അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്ത് കിട്ടിയാലും മതി വരാതെ നാവ് നീട്ടി നടക്കുന്ന ഒരു നായയുടെ കഥ വിശുദ്ധ ഖുർആൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നത് അത് ബൽആമിനെ കുറിച്ചാണ് എന്നാണ്. അള്ളാഹു അനുഗ്രഹിച്ച വിജ്ഞാനം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അതുവഴി അള്ളാഹുവിൻ്റെ സാമീപ്യവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിലും പിന്നീട് അദ്ദേഹം പിഴച്ചവനായിത്തീർന്നു. ദുനിയാവിനോടുള്ള ഹബ അദ്ദേഹത്തെ ഒരു നായയേക്കാൾ നിന്ദ്യനാക്കി മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു വിവാദ പ്രസ്താവനക്ക് വീണ്ടും പത്രമാധ്യമങ്ങൾ തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പീഡനങ്ങളില്ല എന്ന് പറയാൻ ഈ പടുവൃദ്ധനായ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകമെന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അഖ്ലാഖിൻ്റെയും ഏതാനും ചില ആളുകളുടെയും കൊലപാതകങ്ങൾക്ക് ശേഷം പത്രമാധ്യമങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എങ്കിലും ട്വിറ്ററുകൾ പോലെയുള്ള മാധ്യമങ്ങൾ ഇന്നും എപ്പോഴും അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. താടിയും തൊപ്പിയും തലപ്പാവുകളും പർദ്ദയും ഖുർആനും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം, മസ്ജിദുകൾക്ക് ചുറ്റും കൂടി നിന്നുകൊണ്ട് മസ്ജിദുകളിലേക്ക് അതിക്രമിച്ച് കയറി അതിലേക്ക് കല്ലുകൾ കൊണ്ട് വർഷിക്കുന്ന ഒരു കാലഘട്ടം. എത്രത്തോളം അബൂബക്കർ മുസ്ലിയാരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് എന്ത് കാര്യത്തിനാണോ അദ്ദേഹം മുസ്ലിം സമൂഹം ഐക്യപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം വിഘടിച്ചു പോയത്, ഖബർ പൂജയും ഖബറാരാധനയും മസാറുകളും ഒക്കെ നിലനിർത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ ഈ മനുഷ്യൻ ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നരേന്ദ്രമോദിയുടെ പട്ടാളം, നരേന്ദ്രമോദിയുടെ സംഘപരിവാരത്തിൻ്റെ ശക്തികൾ മസാറുകളും ദർഗകളും തകർത്തുകൊണ്ടിരി മുന്നേറുകയാണ് എന്ന സത്യം ഈ പടുവൃദ്ധനായ മനുഷ്യനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഇല്ലായിരുന്നോ എന്ന ചോദ്യമാണ് കാരന്തൂരിൻ്റെ മക്കളോട് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തിനായിരുന്നു നിങ്ങൾ പിന്നെ വിഘടിച്ചു പോയത്? മർക്കസുകളും മസാറുകളും ദർഗകളും മക്ബറകളുമല്ലേ അവിടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പള്ളികൾ അവിടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ നിന്ദ്യമായ രീതിയിൽ പണ്ടപ്പോഴോ മരിച്ചുപോയ മനുഷ്യരെ ഖബറടക്കിയിരിക്കുന്ന ഖബർസ്ഥാനുകളെ പോലും തകർത്തുകൊണ്ട് മുന്നേറുകയാണ് സംഘപരിവാര ശക്തികൾ. ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം മുസ്ലിം വേഷം ധരിച്ച മനുഷ്യനെ, താടിയും തലപ്പാവുമുള്ള ഒരു മനുഷ്യനെ ലക്ഷ്യമാക്കി വെടിവെപ്പ് പരിശീലിക്കുന്നതിൻ്റെ വിവാദമായ വീഡിയോകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് BJPയുടെ മുഖ്യമന്ത്രിമാർ പോലും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പരത്തിക്കൊണ്ടിരിക്കുന്നത്. പൗരത്വ ബില്ല് കൊണ്ടുവരികയും പിന്നീട് അതിൽ വിവാദമാവുകയും മറ്റൊരു രൂപത്തിൽ SIR എന്ന് പറയുന്ന സംഗതി ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ ആസാമിലും ബംഗാളിലുമുള്ള അനവധി ആളുകളുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. അവരുടെ മുൻപിൽ സംഘിശക്തികൾ നൽകിയ സന്ദേശം ഒന്നുകിൽ നിങ്ങൾ BJPയിൽ ചേരുക അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ ചേരുക എന്ന് പറയുന്ന സന്ദേശമായിരുന്നു. പക്ഷേ നിരാലംബരായ അബൂബക്കർ മുസ്ലിയാരേക്കാൾ വിശ്വാസം കൊണ്ട് യോഗ്യരായ ജനത പറഞ്ഞു, നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ മതം സ്വീകരിക്കാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്ന് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാരന്തൂർ അബൂബക്കർ മുസ്ലിയാർ മാന്യതയുടെ ഭാഷയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. തുറന്നു പറയട്ടെ, ഇത് കേവലം ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ നടത്തിപ്പുകാരനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. കാരണം ഒന്നാം ഇൻതിഫാദ ആരംഭിച്ച ഫലസ്തീനിൻ്റെ മണ്ണിൽ ബോംബുകളുമായി മുന്നേറിയ ആളുകൾ
നിങ്ങൾക്ക് ആ കഥ ഷഹീദ് യഹിയ സിൻവാറിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി അത് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യർ ബോംബുകളായി മാറിയതിൻ്റെ നേർചിത്രങ്ങൾ എന്തായിരുന്നുവെന്ന്. അന്ന് വിവാദമായ പ്രസ്താവന അദ്ദേഹം നടത്തി. ആത്മഹത്യാ ബോംബ് ഹറാമാണ്, അത് ആത്മഹത്യക്ക് തുല്യമാണ്. അന്ന് യൂസുഫുൽ കർലാവിയെ പോലെയുള്ള ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ ചരിത്രത്തിൻ്റെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട്, അത് കേരളത്തിൽ മാത്രം നടന്നതല്ല, ആഗോള സിയോണിസത്തിൻ്റെ നടത്തിപ്പുകാരായ മുല്ലമാർ അവർ അങ്ങനെയാണല്ലോ സംഘപരിവാരത്തോടൊപ്പം സിയോണിസത്തിൻ്റെയും വേരുകൾ ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. RSSൻ്റെ നേതാവായ മൂഞ്ചയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ രൂപീകൃതമായപ്പോൾ ഇസ്രയേലിലേക്ക് കടന്നു ചെന്നത്. ഇസ്രയേലിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ്, സിയോണിസത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സംഘപരിവാര ശക്തികൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലം നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ, ഫലസ്തീനിൻ്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആ സംഘപരിവാര ശക്തി, അതായത് മറ്റൊരു ഫലസ്തീനാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഒരു കാബാലികൻ്റെ, ഒരു നരാധമൻ്റെ ഭരണകൂടത്തിൽ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനപ്പുറം രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥകളും രാജ്യത്തിൻ്റെ സമ്പത്തും ഏതാനും ചില ആളുകളുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും വലിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരേകാധിപതിയായ മനുഷ്യൻ, അയാളെങ്ങനെയാണ്, അയാളുടെ കീഴിലുള്ള ഭരണം എങ്ങനെയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് കാരന്തൂർ അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വല്ല ചിത്തഭ്രമവും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അദ്ദേഹത്തെ വല്ല റൂമുകളിലും ഇട്ട് അവിടെ നോക്കാൻ കാവൽക്കാരെയും ഏൽപ്പിച്ചുകൊണ്ട് ഇരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതല്ല എങ്കിൽ അബൂബക്കർ മുസ്ലിയാരുടെ മകന് ഈ കേരളത്തിൻ്റെ മറ്റൊരു അബൂബക്കർ മുസ്ലിയാരാകാനുള്ള തീരുമാനമാണ് എങ്കിൽ ഇസ്ലാമിക സമൂഹം ഒറ്റക്കെട്ടായി അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൻ്റെ ബാക്കിയായി വീണ്ടും വരാമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമ.